ഹീലിങ്ങിൻ്റെ സെഷന് പറഞ്ഞു നമ്മൾ വേദനിപ്പിച്ചവരിൽ ഈശോ ഉള്ളതുകൊണ്ട് നമ്മളിവിടെ ഇരുന്നുകൊണ്ട് ഈശോയെ അവിടെ സുഖപ്പെടുത്തുന്നതെന്ന് പറഞ്ഞാൽ അവരിൽ വസിക്കുന്ന ഈശോ അവരെ സുഖപ്പെടുത്തിക്കോളെന്ന് പറഞ്ഞത് വളരെ ആശ്വാസകരമായിട്ട് തോന്നി. അതുപോലെ പ്രാർത്ഥനയും വിശ്വാസവും ദൈവിക ജ്ഞാനവും ഒരു ട്രയാങ്കുലാർ സർക്കിൾ പോലെയാണെന്ന് പറഞ്ഞു. ജ്ഞാനവും വിശ്വാസവും രണ്ടും വളരുന്നത് പ്രാർത്ഥനയും കൂടിയാണെന്ന് മനസ്സിലായി. ദൈവത്തിൻ്റെ സ്നേഹം മാത്രം പോരാ, ദൈവത്തിൻ്റെ ജ്ഞാനവും കൂടെ വേണമെന്നും നോക്കി കിട്ടി. ആത്മീയമായിട്ട് വളരുന്നതനുസരിച്ച് പേഴ്സണൽ പ്രെയറിലും പ്രകടമായിട്ടുള്ള മാറ്റങ്ങൾ വരുമെന്നും ദൈവം അത്രമാത്രം പ്രാർത്ഥനയിൽ നമ്മളെ വളർത്താൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് അങ്ങനെ പ്രാർത്ഥനയിൽ മാറ്റം വരുന്നതെന്ന് മനസ്സിലായി. പിന്നെ അതുപോലെ പുസ്തകത്തിൽ കൂടി ഞാൻ സാധാരണ പുസ്തകം വായിച്ചാണ് പ്രാർത്ഥിക്കാൻ പഠിക്കാറുള്ളത്. പുസ്തകങ്ങൾ വായിക്കും പ്രാർത്ഥനയെ പറ്റിയിട്ട് പ്രാർത്ഥിക്കാറില്ല. അത് സ്പെസിഫിക്കലി പറഞ്ഞു പ്രാർത്ഥിച്ചാണ് പ്രാർത്ഥിക്കാൻ പഠിക്കുന്നത്, ലൈക്ക് ഡ്രൈവിംഗ് പഠിക്കുന്നത്. ദൈവത്തിന് ഭയങ്കര സന്തോഷം. നമ്മൾ 1-2 മണിക്കൂർ ദൈവത്തിൻ്റെ അടുത്ത് ഇരിക്കുന്നതിനേക്കാൾ എത്രയോ ആനന്ദകരമാണ് ദൈവം ഞാനൊരു ഒരാഴ്ചയൊക്കെ നിൻ്റെ അടുത്ത് ഇരിക്കാൻ പോകുക എന്ന് പറഞ്ഞാൽ. പിന്നെ ഈശോയിൽ നിന്ന് ഏറ്റവും കൂടുതൽ പഠിക്കേണ്ടത് ഈശോൻ്റെ പ്രാർത്ഥനാ രീതിയും ഫെയ്ത്ത് ഡെമോൺസ്ട്രേഷൻസും ആണെന്ന് മനസ്സിലായി. ഈശോനോട് പരിശുദ്ധാത്മാവിന്റെ നിറവ് കൂടുതൽ തരാൻ പറഞ്ഞാൽ ഈശോ ചോദിക്കും, അത് എന്തിനാ കിട്ടിയിട്ട് നീ എന്ത് ചെയ്യും? അതുകൊണ്ട് വീട്ടിൽ ഉണ്ടും ഉറങ്ങിയും കിടന്നുറങ്ങാനുമായിട്ടാണെങ്കിൽ അത്രയ്ക്കുള്ള പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ കിട്ടുള്ളൂ, ആക്ടിവേറ്റഡ് ആവുള്ളൂ. ഇറ്റ് ഇസ് ദയർ. മറിച്ച് കർത്താവ് ഇന്ന വേലകൾ നിനക്ക് വേണ്ടി ഇത് ചെയ്യാനുണ്ട്, അതിന് വേണ്ട പരിശുദ്ധാത്മ നിറവ് തരണേന്ന് ചോദിച്ചാൽ ആ ശക്തി തുടർന്ന് നമ്മളിലേക്ക് ഒഴുകുന്നു പറഞ്ഞിട്ടുണ്ട്. ഇനി അതല്ല, അന്നത്തെ അജണ്ടാസ് ഒന്നും ഇല്ലെങ്കിൽ പോലും കർത്താവ് ഇന്ന് നീ എന്ത് സുവിശേഷ വേല പറഞ്ഞോ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞ് ഇരുന്നാലും അപ്പം നമ്മുടെ സ്പിരിച്വലി പ്രിപ്പയർഡ് ആണ്. അത് എന്ത് കോൾ വന്നാലും അപ്രതീക്ഷിതമായിട്ട് എന്തെങ്കിലും സുവിശേഷ വേലയ്ക്ക് വിളിച്ചാലും നമ്മൾ ആത്മീയമായിട്ട് ശക്തരായിരിക്കും എന്ന് ബ്രദർ പറഞ്ഞത് വളരെ വലിയൊരു ഇൻസൈറ്റ് ആയിരുന്നു. അപ്പൊ എനിക്ക് എന്തെങ്കിലും അച്ഛൻ എന്തെങ്കിലും ട്രാൻസ്ലേഷൻ വർക്കൊക്കെ തരുമ്പോൾ ഞാനിങ്ങനെ ഒഴിവ് പറയും. അപ്പൊ അതിന്റെ കാരണം മനസ്സിലായി, എനിക്ക് ഈ ആത്മീയ ശക്തി ഇല്ലാത്തതാ, എനിക്ക് നേരമില്ല അച്ഛാ അതായതാന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇങ്ങനെ എക്സ്ക്യൂസസ് പറയുന്നത്. ഈ പേഴ്സണൽ പ്രയർ നടത്തി ആത്മീയ ഒരുക്കമില്ലാന്ന് മനസ്സിലായി. അത് ഫയർ ഫൈറ്റേഴ്സിന്റെ പോലെ ഇരിക്കണമെന്ന് പറഞ്ഞത് ഭയങ്കര ഒരു എനർജി ആയിരുന്നു. ഞങ്ങൾ ഫയർ പ്രൂഫ് എന്ന് പറഞ്ഞൊരു മൂവി കണ്ടിട്ടുണ്ട്. അതിനകത്ത് അത് പ്രസിദ്ധമായിട്ടുള്ള ക്ലാസിക് മൂവിയാണ്. അതിൽ ഇവരിങ്ങനെ ഡ്രസ്സൊക്കെ ഇരിക്കണമാണ്. സൈറൺ കേൾക്കുമ്പോഴേക്കും എന്ന് പറഞ്ഞ ട്യൂബിൽ കൂടെ ബ്രദർ പറഞ്ഞ പോലെ ചാടി ഇറങ്ങി ഇത് 1 മിനിറ്റ് ഫുൾ ടീം ഇറങ്ങി കഴിഞ്ഞു. നമ്മുടെ ഇവിടുത്തെ പോലെ ഫയർ ഫൈറ്റേഴ്സിന്റെ പോലെയല്ല യുഎസിലത്തെ അവർ എവിടെ ഇറക്കാൻ കാണണം. അവരുടെ ബ്രദർ അതുപോലെ ബൂട്ടിട്ടിരിക്കണം. അതിന് FACS 6:20 വിശ്വാസത്തിന്റെ പാദരക്ഷകൾ ധരിക്കും എന്ന് പറഞ്ഞ എൻ്റെ അർത്ഥം അവർക്ക് ശരിക്കും മനസ്സിലായി. അത്ര റെഡിനെസ് വേണം എന്നുള്ളത്. അപ്പൊ അനേക ശുശ്രൂഷകൾ തളർന്നു പോയതും ഈ പേഴ്സണൽ പ്രയറിനകത്തുള്ള വളർച്ചയില്ലായ്മയാണെന്ന് മനസ്സിലായി. ഒരു ദിവസം പോലും വീഴ്ച വരാതെ ഒരു സെൽഫ് ഡിസിപ്ലിൻ പോലെ അത് മുടങ്ങാണ്ട് നടത്തണമെന്നും അത് മക്കളെ ഉണരുന്നതിന് മുമ്പ് നമ്മുടെ പേഴ്സണൽ പ്രയർ കഴിഞ്ഞിരിക്കണം എന്ന് പറഞ്ഞതാണ് ഭയങ്കര. വീട്ടിലെ ഒച്ചയും ബഹളവും വീട് ഉണരുന്നതിന് മുമ്പ് നമ്മൾ ആത്മീയമായിട്ട് എക്യുപ്ഡ് ആയിരിക്കണം എന്നുള്ളത്. ബ്രദർ ഇവിടെ അബോധ മനസ്സിൽ ഒരു ഐസ്ബർഗിന്റെ പടം കാണിച്ചിരുന്നു, അതുപോലെ മറ്റേ ബോർഡിൽ വരച്ചതും. അതെനിക്ക് വളരെ ഇഫക്റ്റീവായിട്ട് തോന്നി. പേപ്പറിനകത്തതുണ്ടെങ്കിലും അത് അബോധ മനസ്സിലാ കല്ല് കിടക്കുന്നത് ദുഃഖമാകാം. ഇത് കാലത്ത് പറഞ്ഞു തെറ്റായ ബോധ്യങ്ങളും ആവാം. ദുഃഖം ഇങ്ങനെ വരുന്നത് കേട്ടിട്ടുണ്ട്, പക്ഷെ തെറ്റായ ബോധ്യങ്ങളും മനസ്സിലെ ശിലാഹൃദയ ആണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അതുപോലെ അതിന് റേഡിയേറ്റ് ചെയ്യണ പോലെ ബ്രദർ ഇങ്ങനെ വരച്ചു വെച്ചിട്ടുണ്ട്. അത് ഹീൽഡ് ആവണ വരെ നമുക്ക് ആ വ്യക്തികളെ കണ്ടാലും സ്നേഹിക്കാനോ അവരുടെ കാണുമ്പോൾ തന്നെ നമുക്ക് അസ്വസ്ഥത വരുന്നുള്ളത് മനസ്സിലായി. അത് കർത്താവ് തന്നെയാണ് പിതാവ് കാണാത്ത ചെടികൾ പിഴുതു മാറ്റുന്നതെന്നും. പിന്നെ പേഴ്സണൽ പ്രയറിൽ ഒരു കാര്യം പ്രത്യേകം മനസ്സിലായത്, പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളും ദാനങ്ങളും വരങ്ങളും നിറഞ്ഞിട്ട് വേണം ക്ഷമിക്കുന്ന ക്ഷമ കൊടുക്കാനായിട്ടും ക്ഷമ സ്വീകരിക്കാനായിട്ടും. അത് നമ്മുടെ സ്നേഹം കൊണ്ടല്ല, കാരണം നാച്ചുറൽ ലവ് അല്ല അവിടെ ഉപയോഗിക്കുന്നത്. ദൈവത്തിന്റെ സൂപ്പർ നാച്ചുറൽ ലവ് കൊണ്ട് വേണം ക്ഷമിക്കാനും ക്ഷമ ചോദിക്കാനും മനസ്സിലായി. അതെടുത്ത് പറഞ്ഞു ക്രിസ്ത്യൻ ഫെയ്ത്തിന്റെ കാതലായ ശക്തി എന്ന് പറയുന്നത് ക്ഷമിക്കലും സ്നേഹിക്കലും. അതാണ് ട്രേഡ് മാർക്ക് ഓഫ് എ ക്രിസ്ത്യൻ. പിന്നെ വിശ്വാസത്തിന്റെ ബോധ്യങ്ങളുടെ പേരിൽ സിസ്റ്ററിന്റെ ഉള്ളിൽ ഇങ്ങനെ കല്ല് പോലെ കിടന്നത് സിസ്റ്റർ ഫെയ്ത്തിന് വേണ്ടി തർക്കിക്കുവാനും പ്രൊട്ടസ്റ്റുകാരുമായിട്ട് പറഞ്ഞു. അപ്പൊ ഞാനും ഇതുപോലെ ചിലരോടൊക്കെ തർക്കിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ തർക്കിക്കുന്നത് വാട്ട് യു റെസിസ്റ്റ് പെർസിസ്റ്റ് എന്ന് പറഞ്ഞു.
അത് കല്ലായിട്ട് നമ്മുടെ മനസ്സിൽ കിടക്കും. അത് അന്നായിരിക്കില്ല, കുറേ നാൾ കഴിയുമ്പോൾ നമ്മുടെ വിശ്വാസത്തിൽ തന്നെ അത് ഹിൻഡ്രൻസസ്, തടസ്സങ്ങളായിരിക്കും എന്ന് പറയും. തെറ്റായ ബോധ്യം തർക്കം വഴിയും ആശയങ്ങൾ മനസ്സിൽ പതിയും. അതും പ്രേയറിലൂടെ എടുത്ത് മാറ്റണമെന്ന് മനസ്സിലായി. ദൈവരാജ്യം എന്നിൽ തന്നെ എന്ന ബോധ്യത്തോടുകൂടെ എന്നിൽ വസിക്കുന്ന ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോഴാണ് ആ പ്രാർത്ഥന അനുഭവമായിട്ട് മാറുക എന്ന് മനസ്സിലായി. അപ്പോൾ ഉടമ്പടിയുടെ അർത്ഥം വളരെ സിമ്പിളായിട്ട് ബ്രദർ പറഞ്ഞു, ദൈവത്തിന്റെ ജീവൻ നമ്മുടെ ജീവനും കൂടെ ഒന്നാകുന്നതാണ്. ഇത്ര സിമ്പിളായിട്ടുള്ള ഉടമ്പടിയുടെ ഡെഫിനിഷൻ ഞാൻ കേട്ടിട്ടില്ല. പിന്നെ പ്രാർത്ഥനിക്കുമ്പോൾ നമ്മളിൽ ദൈവാത്മാവാണ് ആദ്യം ദാഹിക്കുന്നത്. നാം അവിടത്തേക്ക് വേണ്ടി ദാഹിക്കാൻ വേണ്ടി ദൈവം ദാഹിക്കുന്നു എന്നുള്ളത്. ഡീപ് കോൾസ് ദ ഡീപ്, ആഴം ആഴങ്ങളെ വിളിക്കുന്നു എന്നുള്ളത് എനിക്ക് സങ്കീർത്തനഭാഗം ഒരിക്കലും മനസ്സിലായിട്ടില്ലായിരുന്നു. ഇത് ബ്രദർ കുർബാന കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ആത്മാവിൽ തുളച്ചു കയറിയ ദൈവിക ജീവൻ നമ്മൾ ഇൻസ്റ്റിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത്. അത് കഴിഞ്ഞ് പറഞ്ഞ പോലെ ആ പാട്ട് പാടിയതും വളരെ രണ്ടുപേരെ സിങ്ക്രണൈസ് ചെയ്യുന്ന പോലത്തെ ഒരു പാട്ടായിരുന്നു അത് രണ്ടും. ഞാൻ പ്രാർത്ഥിക്കുന്ന അനേക ധ്യാനകേന്ദ്രങ്ങളിൽ ബ്രദറിന്റെ വിശദീകരണ ധ്യാനത്തിലെ സർവീസുകളുടെയും ഗാനങ്ങൾ പല ധ്യാനകേന്ദ്രങ്ങളിലും ആ അഭിഷേക പ്രാർത്ഥനയ്ക്കും പാടാറുണ്ട്. അതുപോലെ ബ്രദറിന്റെ സങ്കീർത്തനങ്ങളും എല്ലാ ധ്യാനകേന്ദ്രങ്ങളിലും ഒരു കാലത്ത് പാടുന്ന കാലം വരുമെന്നും ഈ നീതിയുടെ സുവിശേഷം കേരളത്തിലെ എല്ലാ ധ്യാനകേന്ദ്രങ്ങളിലും അറിയപ്പെടുത്തേക്കും പ്രാർത്ഥിക്കുക.